5ാം ക്ലാസ്സിലെ 4ാമത്തെ യൂണിറ്റായ ഇതാ ഒരു മായാലോകം എന്ന പാഠഭാഗവുമായി ഞാൻ വന്നിരിക്കുകയാണ്. മണ്ണിനുള്ളിലേക്ക് നമ്മുടെ നോട്ടം അത്ര എത്താറില്ല. ഒരു ശാസ്ത്രജ്ഞൻ മണ്ണിനുള്ളിലേക്ക് നോക്കാൻ ശ്രമിച്ചതിൻ്റെ അനുഭവങ്ങൾ വിവരിക്കുന്ന ലേഖനം വായിക്കൂ. ഇതാ ഒരു മായാലോകം. ഒരിക്കൽ ഒരു ശാസ്ത്രജ്ഞന് ഒരു കിറുക്ക് തോന്നി. ഇത്രയും ദിവസങ്ങൾ ഞാൻ മരത്തിലേക്ക് നോക്കി നടന്നു. ഇനി മണ്ണിലേക്ക് ഒന്ന് നോക്കിയാലോ? അദ്ദേഹം അങ്ങനെ ചിന്തിച്ചു. മണ്ണിലേക്ക് നോക്കുകയും ചെയ്തു. എന്നിട്ടോ മണ്ണിലൊരു മായാലോകം കണ്ടെത്തി. അതിരസകരമായ ആ കഥ കേട്ടോളൂ. 100ഓളം വർഷങ്ങൾക്ക് മുമ്പാണ് ആ സംഭവം നടന്നത്. ആരായിരുന്നു ആ മിടുക്കനായ കിറുക്കൻ? ഡോക്ടർ വില്യം ബീബ്, ന്യൂയോർക്ക് സുവോളജിക്കൽ സൊസൈറ്റിയിലെ ശാസ്ത്രജ്ഞൻ. ബ്രസീലിലെ ഒരു കാട്ടിൽ വെച്ചാണ് അദ്ദേഹത്തിന് അങ്ങനെയൊരു വിചിത്രമായ ആശയം തോന്നിയത്. കാട്ടിൽ നിന്നും പക്ഷികളെ ശേഖരിക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം. അതിനായി അദ്ദേഹം കുറേ ദിവസങ്ങൾ ബ്രസീലിലെ ബേലം എന്ന പ്രദേശത്തെ കാട്ടിൽ കഴിഞ്ഞു. കൊടും കാട്ടിലൂടെ കാട്ടുമരങ്ങളുടെ ഇലകൾ വീണടിഞ്ഞു കിടക്കുന്ന മണ്ണിന് മുകളിലൂടെ അദ്ദേഹം അലഞ്ഞു നടന്നു. കാട്ടരുവിയിലൂടെയും സഞ്ചരിച്ചു. അപ്പോഴൊക്കെ കണ്ണ് മരത്തിലായിരുന്നു. പക്ഷികളെ കണ്ടെത്തണമെങ്കിൽ മുകളിലേക്ക് നോക്കാതെ പറ്റുമോ? അങ്ങനെ പക്ഷികളെ കണ്ടെത്തിയും തിരിച്ചറിഞ്ഞും വേണ്ടവയെ പിടിച്ചും അദ്ദേഹം ആ കാട്ടിലൂടെ ഏറെ ദൂരം സഞ്ചരിച്ചു. അപ്പോഴൊന്നും നിലത്തേക്കൊന്ന് നോക്കാൻ പോലും അദ്ദേഹത്തിന് നേരമില്ലായിരുന്നു. അങ്ങനെ തിരക്കിട്ട പണി തീരാറായി. ഇനി തിരിച്ച് ന്യൂയോർക്കിലേക്ക് പോകണം. അരുവിയിലൂടെ താഴേക്ക് സഞ്ചരിക്കണം. കടലിലെത്തണം. കപ്പലിൽ കയറണം. പിന്നെ കുറേ ദിവസങ്ങൾ നീളുന്ന കപ്പൽ യാത്ര. അപ്പോഴേ ന്യൂയോർക്കിൽ എത്തൂ. കപ്പലിൽ കാടില്ല, മരങ്ങളില്ല, പക്ഷികളുമില്ല. അപ്പോൾ നേരം പോകാൻ എന്താണ് വഴി? അദ്ദേഹത്തിനുള്ള വഴിയായിരുന്നു കാട്ടുമണ്ണ് പരിശോധന. ഇത്രയും ദിവസങ്ങൾ ചവിട്ടി നടന്ന ഈ മണ്ണിലും രഹസ്യങ്ങൾ കണ്ടേക്കാം. അങ്ങനെയൊരു സംശയം എങ്ങനെയോ ആ ശാസ്ത്രജ്ഞന്റെ മനസ്സിൽ കയറിപ്പറ്റി. അക്കാലത്ത് ആ സംശയത്തെപ്പറ്റി മറ്റാരെങ്കിലും കേട്ടിരുന്നെങ്കിൽ അത് കിറുക്കാണെന്ന് പറയുമായിരുന്നു. ഡോക്ടർ ബീബിനെ അവർ കളിയാക്കുകയും ചെയ്തേനെ. എന്നാൽ ഒരു കാര്യം അറിയണം, നല്ല ശാസ്ത്രജ്ഞന്മാർക്ക് ഇത്തരം സംശയങ്ങൾ തോന്നും. അത്തരം കിറുക്കന്മാരാണ് മറ്റാരും ചോദിക്കാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നത്, മറ്റാരും കാണാത്തത് കണ്ടെത്തുന്നത്. അങ്ങനെ ഒരു ആശയം മനസ്സിൽ തോന്നിയാൽ പിന്നെ മടിച്ചു നിൽക്കരുത്. ഉടൻ പ്രവർത്തിക്കണം. ഡോക്ടർ ബീബും അതുതന്നെ ചെയ്തു. അദ്ദേഹം ഒരു വലിയ ചാക്കെടുത്തു. അത് നിറയെ മണ്ണ് വാരിയിട്ടു. കാട്ടുമണ്ണാണ് കുത്തി ഇളക്കി വാരുന്നതെന്ന് ഓർക്കണം. കാട്ടിൽ മണ്ണിന് മുകളിൽ കരിയില മെത്തയുണ്ടാക്കിയിരിക്കും. കരിയിലകളുടെ അനേകം അടുക്കുകൾ. അടിഭാഗത്തെ കരിയിലകൾ കുറെ ചീഞ്ഞളിഞ്ഞിരിക്കും. അഴുകിയും പൊടിഞ്ഞും മണ്ണിന് മുകളിലൊരു പാളിയായി കിടപ്പുണ്ടാകും. അതിന് താഴെയാണ് കാട്ടിലെ മേൽമണ്ണ്. അഴുകി പൊടിഞ്ഞു കിടന്ന കരിയിലയും മേൽമണ്ണുമെല്ലാം കൂടിത്തന്നെയാണ് ചാക്കിൽ നിറച്ചത്. ആ മൺചാക്കുമായി അദ്ദേഹം മടക്കയാത്ര തുടങ്ങി. ആദ്യം ബോട്ടിലൂടെ കടലിലെത്തി. പിന്നെ കപ്പലിലേക്ക് കയറി. മൺചാക്ക് കപ്പലിൽ കയറ്റി. കപ്പലിൽ വെച്ച് അദ്ദേഹം മൺചാക്ക് തുറന്നു. കൂട്ടുകാരുമൊത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. ഇത്ര കുറച്ചു മണ്ണിൽ ഇത്രയേറെ ജീവികളോ? ആ കാട്ടുമണ്ണ് നിറയെ ജീവികളായിരുന്നു. ഉറുമ്പുകൾ, ചിതലുകൾ, വണ്ടുകൾ, തേളുകൾ, പുഴുക്കൾ, മണ്ണിരകൾ, ഒച്ചുകൾ. വെറും കണ്ണുകൾ കൊണ്ട് കാണാവുന്ന ജന്തുക്കൾ തന്നെ എത്രയധികം! ഈ മണ്ണിന് ജീവനുണ്ട്, അദ്ദേഹം അറിയാതെ പറഞ്ഞുപോയി. അദ്ദേഹത്തിൻ്റെ കൈവശം വലിയ ലെൻസ് ഉണ്ടായിരുന്നു. വസ്തുക്കളെ വലുതായി കാണിക്കുന്ന തരം ലെൻസ്. അതുപയോഗിച്ച് അദ്ദേഹം കൂട്ടുകാരും മണ്ണിനെ കൂടുതൽ ശ്രദ്ധയോടെ പരിശോധിച്ചു. അപ്പോൾ വെറും കണ്ണുകൊണ്ടും കാണാൻ പറ്റാത്ത ചെറിയ ജീവികളെയും അവർ കണ്ടു. 100 കണക്കിൽ കൊച്ചു കൊച്ചു ജീവികൾ. ഓരോന്നും അതിൻ്റെ മൺതരിയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു, ഇളകുന്നു. മൺതരികളിൽ
മൺതരികൾക്കിടയിലൂടെ പുളഞ്ഞു നീങ്ങുന്നു. ഡോക്ടർ ബീബും കൂട്ടുകാരും കൂടി അതീവ ശ്രദ്ധയോടെ അനേക ദിവസങ്ങൾ ആ മണ്ണിനെ പരിശോധിച്ചു കൊണ്ടിരുന്നു. ഓരോ ദിവസവും അവർ പുതിയ പുതിയ ജീവികളെ കണ്ടെത്തിക്കൊണ്ടിരുന്നു. ഓരോ നിമിഷവും അവർ അത്ഭുതപ്പെട്ടുകൊണ്ടിരുന്നു. വിശാലമായ ലോകത്ത് നിന്ന് കണ്ണുകളെ മണ്ണിനുള്ളിലേക്ക് ചുരുക്കിയപ്പോൾ ഞങ്ങൾ ഒരു മായാലോകം തന്നെ കണ്ടു. മണ്ണിനടിയിലെ ലോകം, ഇരുട്ടിൻ്റെ ലോകം, ഇരുട്ടിൽ ഇര തേടുന്നവരുടെ ലോകം, ഇരുട്ടിൽ കൃഷി നടത്തുന്നവരുടെ ലോകം. അവിടെ ഇലകൾ വിശാലമായ പാടങ്ങളായി മാറിയിരിക്കുന്നു. കുമിളുകൾ, അതായത് ഫംഗസുകൾ, കാടുകളായി വളർന്നിരിക്കുന്നു. മൺതരികൾക്കിടയിലൂടെ സൂപ്പർ ഹൈവേകൾ ഉണ്ടായിരിക്കുന്നു. അവിടെ ആരെല്ലാം അമ്പരിപ്പിക്കുന്ന മിമിക്രി വീരന്മാർ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. വളരെ ചെറിയ വണ്ടുകൾ വളഞ്ഞു ചുരുണ്ട് ചെറിയ വിത്തുകളുടെ രൂപത്തിലിരുന്ന് ശത്രുക്കളെ പറ്റിക്കുന്നു. വിത്തുകളുടെ പുറത്തെ ഡിസൈനുകൾ വരെ വണ്ടുകളുടെ പുറത്തുണ്ടായിരിക്കുന്നു. ചെറിയ വിത്തുകളോ വണ്ടുകളുടെ രൂപത്തിലിരുന്നും മിമിക്രി കാണിക്കുന്നു. തിന്നും തിന്നപ്പെട്ടും മത്സരിച്ചും സഹകരിച്ചും ജീവിക്കുന്ന നൂറുകണക്കിന് ജീവികളുടെ ആ അത്ഭുത ലോകം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ ബീബ് പുറം ലോകത്തെപ്പറ്റി മറന്നുപോയി. താനും ചുരുങ്ങി ചുരുങ്ങി ചെറുതായി മണ്ണിനുള്ളിലെ മായാലോകത്തിലകപ്പെട്ടതുപോലെ അദ്ദേഹത്തിന് തോന്നി. പണ്ടൊരു ആലീസ് അത്ഭുത ലോകത്തിലെത്തിയ കഥ കേട്ടിട്ടില്ലേ? താനും ഒരു ആലീസ് ആയതുപോലെ മണ്ണിനടിയിലെ മായാലോകത്തിലെത്തിയ മറ്റൊരു ആലീസ്. മണ്ണും മനുഷ്യനും. പ്രൊഫസർ എസ് ശിവദാസ് എഴുതിയതാണ് കേട്ടോ അത്. അപ്പോൾ കൂട്ടുകാരെ, ഒരു തരി മണ്ണിലെ മായാലോകത്തെക്കുറിച്ച് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? എത്ര ജീവികളാണ് ആ മണ്ണിൽ ജീവിക്കുന്നത് അല്ലേ? ഇതിപ്പോൾ ആ ശാസ്ത്രജ്ഞൻ അവർ അത് കണ്ടെത്തിയത് കൊണ്ട് നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പം ശരി, ഇനി അടുത്തൊരു ലെസനുമായി കാണാം.